നിങ്ങൾക്കും അറിയാനുള്ളത് ലോകത്തിന്റെ എല്ലാ നടപടികളും അറിഞ്ഞുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ടവർക്ക് വിവരം നൽകിക്കൊണ്ട് റൗളയുടെ താഴെ പച്ചക്കുപ്പയുടെ കീഴേ ലോകത്തെ മുഴുവനും കണ്ടുകൊണ്ട് കിടക്കുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മളെ അവിടുന്ന് കാണുന്നുണ്ട്, നമ്മെ അവിടുന്ന് അറിയുന്നുണ്ട്, നമ്മുടെ നടപടികൾ വെളിവാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നല്ല തഖ്വയോടെ ജീവിക്കണമെന്നും അതിലെല്ലാം ഉപരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനകൾ അനുസരിക്കണമെന്നും ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഒരു പ്രതിഫലമായി അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയല്ല ഹറമിൽ മാത്രമല്ല, ഹില്ലിൽ മാത്രമല്ല, ഹില്ലിലും ഹറമിലും വെച്ച് ഒരുപാട് തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ട് അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തന്ന് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെ ഓടിച്ചെല്ലാൻ പറ്റുന്ന നിലക്കൊരു മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ നൽകണേ അല്ലാഹ്. അവിടുത്തെ മുഖം ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ ഒരുപാട് തവണ കാണാൻ ഞങ്ങൾക്ക് നീ വിധി കൂട്ടിത്തരണം അല്ലാഹ്. ഉമ്മമാരെ, പെങ്ങന്മാരെ, ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ഈ ചെറിയൊരു ജീവിതം നയിച്ചോളൂ. ചെറുപ്പക്കാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഏറെ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇസ്ലാമിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചോ. എത്ര ആളുകളാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ 12-ന് അബൂദാബിയിലെ വലിയ മൗലിദ് മജ്ലിസിൽ അവിടുത്തെ ആയിരക്കണക്കിന് മലയാളികൾ പങ്കെടുക്കുന്ന മീലാദ് പ്രഭാഷണത്തിൽ പങ്കെടുക്കാനെത്തിയിട്ട് അവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ അല്ലാഹ്, എത്ര ചെറുപ്പക്കാരാണ് ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്നവർ. അതിൽ അതാ ചില ചെറുപ്പക്കാര് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിവെച്ച് ദുആ ചെയ്യാൻ പറയുന്നു. അതിലതാ ചില ചെറുപ്പക്കാരുണ്ട്. എത്ര മലിനമായൊരു ലോകമാണ് ഈ ലോകമെങ്കിലും അതിനിടയിൽ നല്ല പ്രസന്നമുഖരായ ചില ചെറുപ്പക്കാരുണ്ട്. അതിൽ 1-2 പേരെന്നോട് വന്ന് പറയുന്നു, പിറ്റേന്ന് എനിക്ക് ഉച്ചയ്ക്ക് അജ്മാനിൽ ആയിരുന്നു വഅളുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ആ വേദിയിൽ വെച്ച് എന്റെ മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണ കണ്ട സന്തോഷം മനസ്സിൽ വെച്ച് പൊട്ടിയൊലിക്കുന്ന കണ്ണോടെ സന്തോഷം പങ്കുവെച്ച് എന്റെ ജീവിതം ഹറാമുകളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനും എനിക്കെന്റെ ഹബീബിനെ ഏറെ കാണാനും മദീനത്തോട് ചേർന്ന് നിൽക്കാനും തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങളെ കണ്ട സന്തോഷം പറഞ്ഞ് ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞാൻ വിലാസം പറഞ്ഞ് തെളിവാക്കാനില്ല. പക്ഷേ ഇക്കാലത്തും നമുക്ക് മുത്തുനബി തങ്ങളെ അനുഭവിക്കുന്നവരുണ്ട്, ഹബീബിലേക്ക് ചേർന്നവരുണ്ട്.
സ്വലാത്ത് കോടിക്കണക്കിന് ചെല്ലുന്നവരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വഅലിന് കേറുന്നതിന് മുമ്പ് വിദേശ രാജ്യത്തു നിന്ന് വിളിച്ചിട്ട് എന്നോട് കോടി സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നതിൽ ഞങ്ങളെ പങ്കാളികളാക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അതിൽ സാദാത്തുക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. സ്വലാത്ത് ഏറെ ചെല്ലുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹ്, ഈ മജ്ലിസിൽ ഒരു വിവരം പറയാൻ ഞാൻ ആലിമല്ല, വലിയ ആലിമീങ്ങൾ ഇവിടെയുണ്ട്. ഇതൊരു മൗലിദിന്റെ ചെറിയ സദസ്സാണ്. അത് വായിക്കുന്നത് ഈ ഒരു ചെറിയ മുത്തഅല്ലിമാണ്. പക്ഷേ ഇത് മദീനത്ത് ഞങ്ങളുടെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തിന്റെ ഉമ്മരത്ത് വെക്കാനുള്ളൊരു ചെറിയ ഹദിയയാണ്. ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്. ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണാൻ ആ കണ്ട സന്തോഷത്തോടെ ഖൽബ് മുനവ്വറാകാൻ, അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ്, നീ നൽകണം അല്ലാഹ്, നീ നൽകണേ.